നന്ദിനി, പണ്ടൊക്കെ അമ്മയെ വെല്ലുവിളിക്കാൻ വേണ്ടി തന്നെ കൊണ്ട് ചിലതൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഇപ്പൊ ചെയ്യുന്നത് സിൻസിയറായിട്ടാ. ഞാൻ അവരെ വെല്ലുവിളിച്ചൊക്കെ താൻ കേട്ടില്ലേ? ആ അവസ്ഥയിലേക്ക് താൻ എത്തണം. താൻ മാറണം നന്ദിനി. ഇവരൊക്കെ അതിശയിക്കുന്ന രീതിയിലേക്ക് താൻ മാറിയേ പറ്റൂ. തന്നെ നോക്കി ഇവരൊക്കെ അസൂയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും. എന്റെ കടപ്പാട് എത്രയുണ്ടെന്ന് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ സൂര്യയുടെ തിരിച്ചുള്ള ഈ ജന്മം നന്ദിനിയുടെ ദാനമാണ്. എനിക്ക് തന്നെ ഉയരങ്ങളിൽ എത്തിക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും പാലിക്കണം. താൻ നോക്കിക്കോ, ഇനി ഞാൻ ശരിക്കുള്ള കളി തുടങ്ങാൻ പോവാ. ഇത്രയും നാൾ എന്നെ ദ്രോഹിച്ചതിനൊക്കെ തിരിച്ചു കൊടുക്കാൻ പോവാ. അല്ല, ഒരു വേലക്കാരെ എടുക്കേണ്ട ഡ്യൂട്ടി എന്തൊക്കെയാടാ? അത് പിന്നെ മാഡം, ഇവിടെയുള്ള ജോലിയൊക്കെ ചെയ്യണം, കടയിൽ പോകണം. പിന്നെ അല്ല പിന്നെ പിന്നെ ഒന്നുമില്ല മാഡം. ഈ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന ഒരുത്തിക്ക് പാതിരാത്രി അവള് വെളിയിലിരിക്കുമ്പോൾ നീ കൂട്ടിരിക്കുക. അവളുമായിട്ട് ഒത്തുചേർന്ന് ഈ കുടുംബത്തിലുള്ളവരെ നാണം കെടുത്താൻ ശ്രമിക്കുക. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ സൂര്യയുടെ ചെവിയിൽ അങ്ങോട്ട് എത്തിക്കുക. അതിനു വേണ്ട ശമ്പളം നീ എന്താ പ്രതീക്ഷിക്കുന്നത്?